അതല്ല എന്ന് മനസ്സിൽ വിചാരിച്ചു. ഇത് കേൾക്കുമ്പോൾ പാരൻസിന് ഇഷ്ടാവില്ല, പക്ഷെ ഇതാണ് സത്യം. ഒരാളുടെയും സക്സസ് ആയ ഒരാളുടെ ലൈഫും 10ാം ക്ലാസ്സിലെയോ +2ലെയോ മാർക്കിനനുസരിച്ചിട്ടല്ല എന്ന് മനസ്സിലാക്കിക്കോ. പക്ഷേ നമ്മൾ പഠിക്കേണ്ടുന്ന സമയത്ത് പഠിക്കുക തന്നെ വേണം. എക്സാം ടൈമാണ്, ഒരു എക്സ്ക്യൂസും ഇല്ലാതെ ഈ സമയത്ത് ഇതുവരെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നന്നായിട്ട് കാര്യമായിട്ട് പഠിച്ചു. അതിന് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. മടുപ്പില്ലാതെ എങ്ങനെ പഠിക്കും. പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം വരുന്ന കൂട്ടത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മടുപ്പില്ലാതെ പഠിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് മണിക്കൂറുകൾ നിങ്ങൾ ഇരുന്ന് പഠിക്കണം. അതിന് കൃത്യമായിട്ടുള്ള ടൈം പീരീഡുകൾ അല്ലെങ്കിൽ ടൈം ബ്രേക്കുകൾ വെക്കണം. അതായത് ഒരു 45 മിനിറ്റ് പഠിക്കുന്നു അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ഇനി എന്തൊക്കെ തന്നെ വന്നാലും ശരി ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള അടുത്ത നിമിഷത്തിലേക്ക് വീണ്ടും പഠിക്കാനിരിക്കരുത്. ഒരു ബ്രേക്ക് എടുക്കുക, നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക, നല്ല വെള്ളം കുടിക്കുക, ഭക്ഷണം എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഫോൺ എടുക്കരുത് അല്ലെങ്കിൽ TV ഓൺ ചെയ്യരുത്, എങ്കിൽ പഠിച്ചതും കൂടെ പോകും. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഉറക്കം. നിങ്ങൾ കൃത്യമായി ഉറങ്ങുന്നുണ്ടോ? രാവും പകലും ഇല്ലാതെ നിങ്ങൾ പരീക്ഷയോട് അടുപ്പിച്ച് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങളുടെ തലയിൽ കയറില്ല. കൃത്യമായി ഒരു 6-7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങി എന്ന് മേക്ക് ഷുവർ ചെയ്യുക. 9 മണിക്ക് ഉറങ്ങുക, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുക, നിങ്ങളുടെ തലച്ചോറിൽ കയറും. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു സമയം ഒരു വിഷയം പഠിക്കണം. എല്ലാ വിഷയങ്ങളും അല്ലെങ്കിൽ എല്ലാ പുസ്തകങ്ങളും എടുത്ത് ഫ്രണ്ടിൽ നിരത്തിയിട്ടിട്ട് ഇതിൽ ഏത് പഠിക്കാം എന്ന ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതിനാണോ ആദ്യം ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ടത് അതിരുന്ന് പഠിക്കും. പിന്നെ പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലൊരു ടൈം, അതായത് രാവിലെയൊക്കെയാണ് നിങ്ങളുടെ തലച്ചോറ് നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് ഉണർന്ന് പ്രവർത്തിക്കുന്നത്, നന്നായിട്ട് തലയിൽ കയറുന്നത്. ആ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ കൺവീനിയൻ്റ് എന്ന് പറയുന്ന രാത്രി ആയിരിക്കാം, എങ്കിലും നിങ്ങൾ ആ ഇഷ്ടത്തോടെ ഇരുന്ന് പഠിക്കുന്ന സമയം ഇഷ്ടത്തോടെയുള്ള വിഷയമല്ല എടുക്കാനുള്ളത്. ഇഷ്ടമുള്ളൊരു ടൈം എടുത്തിട്ട് അതിൽ നിങ്ങൾ ടഫായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാം. ഇനി നല്ല ടയേർഡായിട്ട് ബോറിംഗ് ആയിട്ടിരിക്കുന്ന സമയത്ത് പഠിച്ചേ പറ്റൂ എന്ന് തോന്നുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ട വിഷയങ്ങൾ എടുക്കുക. എപ്പോഴും അങ്ങനെ പഠിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിനെ വളരെ യൂസ്ഫുൾ ആയിട്ട് വിനിയോഗിക്കാൻ പറ്റും. ആൻഡ് ആക്റ്റീവ് പഠന രീതികളുണ്ട്. 3-2-1 റൂളൊക്കെ അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നു, അത് 2 പ്രാവശ്യം പഠിക്കുന്നു, അതിനുശേഷം നിങ്ങൾ പുസ്തകം അടച്ചു വെച്ചിട്ട് ഉറക്കെ പറഞ്ഞു നോക്കുന്നു, ആൻഡ് ലാസ്റ്റത്തെ കാര്യമാണ് ഇത് എഴുതി നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടൈമർ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ എഴുതി നോക്കുക. ഇനി നമ്മൾ ആദ്യം പഠിച്ചതുമായിട്ട് ഒത്തു നോക്കുന്നത് കറക്റ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് ഫോക്കസ് ചെയ്യുക, ഇത് ഫോളോ ചെയ്യുക. നിങ്ങളെ കൊണ്ട് ടഫാണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യന് പോലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പോലും നന്നായിട്ട് ബൈ ഹാർട്ട് ആക്കാൻ സാധിക്കും. ആൻഡ് ഒരു ടാർഗറ്റ് കൂടി വെക്കണം കേട്ടോ. അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഈ വിഷയം പഠിച്ച് തീർക്കും. അത് പഠിച്ച് തീർക്കണം, നിങ്ങളെ കൊണ്ടേ പറ്റൂ. കാരണം എന്താ, പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിച്ചിട്ട് അന്തസ്സായിട്ട് തല ഉയർത്തി നമ്മുടെ ടീച്ചേഴ്സിൻ്റെയും പാരൻസിൻ്റെയും മുന്നിൽ നിൽക്കുമ്പോൾ അവർക്ക് നമ്മളൊരു അഭിമാനമായി മാറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് ഇതുവരെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ്, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഈ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തു നോക്കണം. ഒരിക്കൽ പോലും അതിൽ നിന്ന് പിന്തിരിയാനേ പാടില്ല. കാരണം നമുക്കിനി സമയമില്ല. നമുക്ക്